ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഗസയിൽ ഒരു കുടുംബത്തിലെ 80 പേരടക്കം 200-ലേറെ ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് പി ജെയിംസ് കുറച്ച് നേരമായിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ്. ഓവർ ടു യു ജെയിംസ്. ഓച്ചിറ പടനിലത്ത് നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. കേട്ടിട്ടല്ലേ ഉള്ളൂ പടനിലം. അപ്പോൾ പറയൂ, ഈ ഗസയിലെ കാര്യം പറയൂ. ഈ ഗസയിലെ ജബാലിയ ക്യാമ്പില് ഒരു ആക്രമണത്തിൽ UN ഡെവലപ്മെന്റ് ഓഫീസറായിട്ടുള്ള ഇസാം അടക്കം 80 പേര് ഒരു കുടുംബത്തിൽ നിന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഒരു എക്സാജറേഷൻ തോന്നിയേക്കാം. പക്ഷെ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലിയാണ്. ഈ ഇസാമിൻ്റെ ഭാര്യയും 5 മക്കളും കൊല്ലപ്പെട്ടു. അത് കൂടാതെ ആ കുടുംബവുമായി ബന്ധപ്പെട്ട എക്സ്റ്റെൻഡഡ് ഫാമിലിയിലെ 75 പേർ കൂടി കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് അറിയുന്നത്. 80 പേരോളം ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഈ ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഒപ്പം തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 200-ലേറെ പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. 48 മണിക്കൂറിനുള്ളിൽ മരണസംഖ്യ 400-ൽ പരമാണ്. ഓരോ ദിവസവും ശരാശരി 200 പേർ കൊല്ലപ്പെടുന്ന അവസ്ഥയിലാണ്. മരണസംഖ്യ 20,300 വർദ്ധിച്ചിരിക്കുന്നു. വല്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനിടയിൽ ഗുജറാത്തിൻ്റെ തീരത്ത് ഒരു ലൈബീരിയൻ കപ്പൽ, അതിൽ 22 ജീവനക്കാരിൽ 21 പേരും ഇന്ത്യക്കാരാണ്. അത് ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ഡ്രോൺ ആക്രമണമാണ് നടത്തിയത്. ഇതിന് പിന്നിൽ ഇറാനാണെന്ന് ആരോപിച്ചിരിക്കുകയാണ് അമേരിക്ക. പക്ഷേ ഇറാൻ അത് നിഷേധിച്ചിട്ടുണ്ട്. എന്തായാലും ഹൂതികൾ, യമനിലുള്ള ഹൂതികൾ, അവർ ഇറാൻ്റെ പിന്തുണയോടെ ചെങ്കടലിൽ പിന്നെയും കപ്പലുകൾ ആക്രമിക്കുന്നുണ്ട്. 2 കപ്പലുകൾക്ക് വേറെയും ആക്രമണമേറ്റ് തകരുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഗുജറാത്ത് തീരത്ത് വെരാവലിന് സമീപമാണ് ഈ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. അപ്പോൾ അവിടെ ആ കപ്പലിൻ്റെ ഒരു ഭാഗം കത്തി നശിച്ചു. പക്ഷേ ജീവനക്കാരെല്ലാം സുരക്ഷിതരാണ്. മംഗലാപുരത്തേക്ക് സൗദിയിൽ നിന്ന് വരുന്ന കപ്പലാണ് ഈ ഡ്രോൺ ആക്രമണത്തിൽ സ്ഫോടനമുണ്ടായി തീപിടിച്ചത്. അപ്പോൾ ഈ അവസ്ഥ വല്ലാത്ത രീതിയിലുള്ള ചർച്ചകൾക്ക് കാരണമായിരിക്കുന്നു. ഇസ്രായേലിലെ ഗസയിൽ മാത്രമല്ല, യുദ്ധം ചെങ്കടലിലേക്കും ഇന്ത്യയുടെ തീരത്തേക്ക് വരെ എത്തിയിരിക്കുന്നു. ഈ കപ്പൽ ലൈബീരിയൻ കപ്പലാണ്, ജപ്പാൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. പക്ഷേ ജീവനക്കാർ ബഹുഭൂരിപക്ഷവും ഇന്ത്യക്കാരാണ്. പ്രത്യേകിച്ച് അത് സൗദിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ യുദ്ധത്തെക്കുറിച്ച് വല്ലാത്തൊരു ആശങ്കയുണ്ടായിട്ടുണ്ട്. അതിനിടയിൽ ഐക്യരാഷ്ട്രസഭ പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു. ഗസയിലേക്ക് അടിയന്തരമായിട്ട് സഹായം, ജീവകാരുണ്യ സഹായം എത്തിക്കണം. ഇല്ല അവിടെ പട്ടിണി രൂക്ഷമാവുകയാണ്. ഒരുപാട് മരണങ്ങൾ പട്ടിണി കൊണ്ടുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം നിർത്തണമെന്ന ആവശ്യം അതീവ ശക്തമായിട്ടുണ്ട്. ഇസ്രായേൽ വഴങ്ങുന്നില്ല. ഹമാസിലെ 700-ലേറെ പേർ അറസ്റ്റിലാണ്. അവരെ കസ്റ്റഡിയിലെടുത്ത് ഇസ്രായേൽ അവരുടെ പ്രദേശത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു, ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമാവുന്നതാണ് നമ്മൾ കാണുന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.